ഇനി ഞങ്ങൾ എത്തിയിരിക്കുന്നത് മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കാനാണ്. ഇതിന്റെ ഓതന്റിക് പ്ലേസിൽ വന്ന് കഴിക്കുന്നതാണല്ലോ അതിൻ്റെ ഒരു രീതി. നാട്ടിൽ നിന്ന് പലയിടത്ത് കഴിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ടേസ്റ്റ് ഒന്നും അല്ല യഥാർത്ഥമെന്ന് നമുക്കറിയാം. അങ്ങനെ ഇതിൻ്റെ യഥാർത്ഥ രുചി അറിയാൻ വേണ്ടി തായ്ലൻഡിലെ 10,000 ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ തന്നെ എത്തി. ഇത് അധികം റേറ്റ് ഒന്നുമില്ല കേട്ടോ, 500 രൂപയ്ക്ക് അടുത്തേ ഉള്ളൂ. അധികം എക്സ്പേർട്ട്, അവർ വെട്ടുന്ന കാണുമ്പോൾ തന്നെ അറിയാം വളരെ എക്സ്പേർട്ടാണ് അവരിതിൽ. പിന്നെ അവിടുത്തെ മാങ്ങകൾ ഭയങ്കര രുചിയാണ്, പുളിപ്പൊന്നുമില്ല, നല്ല മധുരമാണ്. അവർ പിന്നെ ആ റൈസിൻ്റെ മുകളിലേക്ക് മാംഗോ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് അവരൊരു കോക്കനട്ട് സിറപ്പാണ് ആഡ് ചെയ്യുന്നത്. അതും കൂടെ ആഡ് ആകുമ്പോൾ അതിനകത്ത് വേറൊരു ടേസ്റ്റാണ് വരുന്നത്. സൂപ്പർ സാധനം തന്നെയാണ്. നിങ്ങൾ ലൈഫിൽ ഒരു തവണയെങ്കിലും കഴിച്ചിരിക്കേണ്ട സാധനം തന്നെയാണ്. ഇപ്പം ആ ബോട്ടിൽ നിന്ന് അവർ ഒഴിക്കുന്നത് കോക്കനട്ട് സിറപ്പാണ്. ഫുള്ളി വെജാണ്, ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. ഹെൽത്തി ഫുഡ് തന്നെയാണ്. അവിടെ ഏറ്റവും കൂടുതൽ വൈറലായ ഒരു ഫുഡ് കൂടിയാണ്. നമ്മുടെ നാട്ടിൽ അഹാന കൃഷ്ണയാണ് ഇത് കൂടുതൽ വൈറലാക്കിയത്. നമുക്ക് സാധാരണ തായ് വിഭവങ്ങളൊന്നും അധികം ഇഷ്ടപ്പെടാത്തതാണ്. പക്ഷേ ഇത് നമ്മൾ ഒരു തവണ കഴിച്ചാൽ തീർച്ചയായും ഇതിന് അഡിക്റ്റ് ആയി പോകും. കഴിച്ചിരിക്കേണ്ട ഒരു സാധനം തന്നെയാണ്. പിന്നീട് ഞങ്ങൾ പോയത് മസാജ് സെൻറ്ററിലേക്കാണ്. വളരെ പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ മസാജ് സെൻറ്ററിലേക്ക് എത്തിയത്. ഇതൊരു വലിയ മസാജ് സെൻ്ററാണ്. ഏകദേശം ഒരു ഓഡിറ്റോറിയത്തിൻ്റെ അത്രയും സൈസ് വരും. ഏകദേശം 250 പേർക്ക് ഒരേ സമയം മസാജ് ചെയ്യാൻ സാധിക്കും ഇവിടെ. ഇതുപോലെ തറയിൽ മെത്തയൊക്കെ വിരിച്ച് നമ്മുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഏകദേശം ഇതുപോലെ ഒരു ബർമൂഡയും ഒരു ലൂസ് ഷർട്ടും മാത്രമേ നമുക്ക് ധരിക്കാൻ സാധിക്കൂ. ഓരോ ക്യാബിൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മളെ മസാജ് ചെയ്യുന്നവരെ കാത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നീട് ഓരോ ക്യാബിനും റിമൂവ് ചെയ്തതിന് ശേഷം ലൈറ്റൊക്കെ ഓൺ ചെയ്ത് നല്ല രീതിയിൽ നമ്മളെ ചവിട്ടി പിഴിഞ്ഞ് എടുത്ത അവസ്ഥയാണ്. എല്ലാവരും മസാജ് കഴിഞ്ഞ് വരുന്ന സീനാണിത്. നമ്മുടെ നാട്ടിലെ സ്കൂളൊക്കെ വിട്ട് വരില്ലേ, അതുപോലെയാണ് അവസ്ഥ. നമ്മൾ മസാജ് എന്ന കരുതി വളരെ സുഖമാണെന്ന് തരും, എന്നാൽ എൽഡിയും ഇടിച്ചു പിഴിഞ്ഞ അവസ്ഥയാണ് നമുക്കുണ്ടായത്. അടിപൊളി, സൂപ്പർ, അടിപൊളി. എൻ്റെ ഹെയർ ചെയ്യിക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിക്ക് നല്ല സുഖമായിട്ട് ഞങ്ങൾ ആസ്വദിക്കും. ഇതാണ് ഈ മസാജ് സെന്ററിലെ മാനേജർ. പുള്ളിക്കാരിയാണ് ഇതിന്റെ മേൽനോട്ടം. ഒരേ സമയം ഇഷ്ടംപോലെ ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്യാവുന്നത് വലിയ ജോലി തന്നെയാണ്. ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ കോഫിയെ കുറിച്ച് എല്ലാവരും എൻജോയ് ചെയ്ത് നിൽക്കുകയാണ്. സമയം 10 മണിയായി.